അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം ദിക്റുല്ലാഹിയിലായി ചെലവഴിക്കുന്നത് എനിക്ക് 4 അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 4 അടിമകളെ അവർക്ക് വേണ്ടത്ര, അവരുടെ യജമാനന്മാർക്ക് വേണ്ടത്ര പണം കൊടുത്ത് മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അസ്ർ മുതൽ മഗ്രിബ് വരെ ദിക്ർ ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ സംഗമിക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഹദീസ് ഇങ്ങനെയാണ്, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ലഅന്നഖഉദ മഅ ഖൗമിൻ യദ്കുറൂനല്ലാഹ തആല മിൻ സ്വലാത്തിൽ അസ്രി ഇലാ അൻ തഗ്റുബശംസ്. ലഅന്നഖഉദ ഞാനിരിക്കലാണ് മഅ ഖൗമിൻ ഒരു വിഭാഗത്തിന്റെ കൂടെ യദ്കുറൂനല്ലാഹ തആല അവരെ ഇലാഹായ റബ്ബിനെ ദിക്ർ ചൊല്ലുന്നു. അങ്ങനെ ഒരു ടീമിന്റെ കൂടെ സംഗമിക്കലാണ് മിൻ സ്വലാത്തിൽ അസ്രി ഇലാ അൻ തഗ്റുബശംസ്. സൂര്യൻ ഉദിക്കുന്നത് വരെ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അസ്ർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ദിക്ർ ചൊല്ലുന്നവരുടെ കൂടെ ഇരിക്കലാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. മിന്നൻ അഅ്തിക അർബഅ, 4 ആളുകളെ ഇത്തൊക്കെ ചൊല്ലുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം അതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒന്ന് മനസ്സറിന് പറഞ്ഞേക്ക്, അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതി ഒന്നുമില്ല. അടിമയെ മോചിപ്പിക്കുന്നതിന് വലിയ കൂലിയാ. എന്നാൽ 4 അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ട കാര്യം അസ്ർ മുതൽ ആ മഗ്രിബ് വരെ ദിക്ർ ചൊല്ലുന്നവരുടെ കൂടെ ഇരിക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അങ്ങനെ ഒരു സൗഭാഗ്യം നമ്മുടെ റബ്ബ് നമുക്ക് തന്നത് വലിയ താല്പര്യത്തോടുകൂടെ നമ്മൾ സ്വീകരിക്കണം. മുടങ്ങാതെ ഇതിൽ പങ്കാളികളാവണം. അള്ളാഹുവിൻ്റെ പൊരുത്തം കാക്ഷിക്കണം. എത്രയോ മുഅ്മിനീങ്ങൾക്ക് അൽഹംദുലില്ലാ സന്തോഷത്തിൻ്റെ ഫലം കിട്ടുന്നത് കേൾക്കുമ്പോൾ വലിയ റാഹത്തുണ്ട്, വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഈ ഒരു സമയത്ത്, ഈ ഒരു ഘട്ടത്തിൽ ഇതിനു വേണ്ടി ദുനിയാവിൻ്റെ തിരക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ അസ്റിൻ്റെ സമയം. ആ ഒരു സമയത്ത് നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ട് ഓരോരുത്തരുടെയും പ്രയാസങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആമീൻ ആമീൻ ആമീൻ, അല്ലാ ഈ ദുആക്ക് ഇജാബത്ത് നൽകണേ പടച്ചോനെ, ഇജാബത്ത് നൽകണേ റബ്ബേ എന്ന നമ്മളുടെ ആ ശുപാർശയുണ്ടാകുമ്പോൾ അല്ലാഹു അത് കബൂലാക്കാതിരിക്കില്ല. ശത്രുക്കൾ പലതരത്തിലുണ്ട്. അതിലേറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ട ശത്രുക്കൾ അസൂയ മൂലമുണ്ടാകുന്ന ശത്രുക്കളാണ്. നമുക്ക് നിഅമത്തുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോ അതിൽ അസ്വസ്ഥരായിട്ട്, അതിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്ന, അതിൽ നമ്മളോട് വൈരാഗ്യം കാണിക്കുന്ന ആളുകളുണ്ടല്ലോ. നമുക്ക് നിഅമത്തുണ്ടാകുമ്പോൾ നമ്മളോട് ശത്രുത വെക്കുന്ന, അസൂയ കൊണ്ടുണ്ടാകുന്ന ശത്രുക്കളാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഒഴിവായി പോവില്ല എന്നുള്ളതാണ്. എല്ലാ ശത്രുതയും ഇല്ലാതെയാകുമെന്ന് പ്രതീക്ഷിക്കാം. ഏത് തരത്തിലുള്ള ശത്രുതയാണെങ്കിലും അതെല്ലാം ഇല്ലാതെയാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇല്ലാ ദാവത മൻ ആദാക ബിൽ ഹസദി. അസൂയ കാരണമായ ഒരാൾക്ക് നിന്നോട് ശത്രുതയുണ്ടായാൽ അതൊരിക്കലും സ്വമേധയാ നീങ്ങിപ്പോകുമെന്ന് വിചാരിക്കണ്ട. അസൂയ കാരണമായുണ്ടായ ശത്രുത അത് നീങ്ങൂല. അത് നമുക്കല്ലാഹു നിഅമത്ത് ഇങ്ങനെ കൂട്ടിക്കൂട്ടി തരുമ്പോ ആ ശത്രുക്കളുടെ ശത്രുതയും കൂടിക്കൂടി വരും. അല്ലാഹു അസൂയാലുക്കളെയൊക്കെയും പരാജയപ്പെടുത്തട്ടെ.
ഒന്നാമീൻ പറഞ്ഞേക്ക് യാ ജബ്ബാറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും അടക്കുകയും ചെയ്യണമേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ.